പിണ്ടിമനയിൽ യുവതി വെട്ടേറ്റു മരിച്ചു. ഭർത്താവ് അറസ്റ്റിൽ. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിലാണ് വീട്ടിനുള്ളിൽ യുവതി വെട്ടേറ്റു മരിച്ചത്. വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ദശലക്ഷം നഗറിൽ ചിറമേൽ സിമി ബിജു എന്ന 47-കാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സിമിയുടെ ഭർത്താവ് ബിജു ബാബനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വീട്ടിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ബിജു ഭാര്യയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഇന്നലെ സന്ധ്യയായപ്പോൾ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ TV വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നാന്നറിയാൻ വേണ്ടി സൗണ്ട് ഇച്ചിരി കുറച്ചു. അപ്പോൾ ഇവർ എന്നും ഇങ്ങനെ വഴക്കുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഒരു വീടായ പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വാതിൽ കൊട്ടി അടച്ചു. അയാൾ വാതിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ മുറ്റത്ത് ആക്കി. പുള്ളിക്കാരത്തി ഓടി വന്നിച്ച് ആ തൂമ്പ എടുത്തുകൊണ്ടു വാതിൽ കൊട്ടി. അതാണ് ആ വാതിലിനെ അങ്ങനെ മുട്ട ആ തൂമ്പ വെച്ച് അടിച്ചടിച്ച് തുറന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങ് കയറിപ്പോയിട്ട് അവിടെ കിടന്ന് ഒളിക്കണോ ഒന്നും തള്ളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മുറ്റത്ത് കൊണ്ടുപോയി മറിഞ്ഞു വീഴുന്നു. അപ്പോഴത്തേക്കും പെണ്ണോ ഓടി വന്നു വിളിച്ചു. പക്ഷേ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. അത്രയാണ് കിട്ടുന്നത്. പുള്ളിയുടെ കൈക്ക് മുഴുവുണ്ടെന്നാണ് വരണേ. നമ്മൾ കണ്ടില്ലല്ലോ. പുള്ളിയുടെ മേത്തോടെയൊക്കെ ഈ കൈ മുട്ടിയതാണെന്ന് തോന്നുന്നു. ബ്ലഡൊക്കെ മുണ്ടേ കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇവിടെ അടുത്തുള്ള ബേസിൽ നിന്ന് ഈ വീട്ടിലെ പയ്യനാണ്. അവരുടെ കാരണമാണ്. ഇത് സ്ഥിരം ഇങ്ങനെ കേൾക്കണമായതുകൊണ്ട് ആരും ഗവനിക്കില്ല. ഇവരൊക്കെ സ്ഥിരം കേൾക്കണമല്ലേ. ഞങ്ങളെക്കാളും കൂടുതൽ സൗണ്ട് അവർക്കാണെന്നാണ് അവർ പറഞ്ഞത്. സമയം 8 മണിയുടെ അടുത്തായിട്ടുണ്ട് അല്ലേ, 7:30-8 അടുത്തായിട്ടുണ്ട്. വെട്ടേറ്റ് വീടിന്റെ പുറത്തേക്ക് ഓടിയ സിമി മുൻവശത്ത് കുഴഞ്ഞു വീണു. അയൽവാസികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടത് കൈത്തണ്ടയിൽ മുറിവേറ്റ ബിജുവും ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട സിമി കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായിരുന്നു. ബിജു നിർമ്മാണ തൊഴിലാളിയാണ്. മക്കൾ അതുല്യ, അമിത, പരേതയായ അന്നമ്മ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സംഘവും കോതമംഗലം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിലും പരിസര പ്രദേശങ്ങളിലും തെളിവുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.